സുഹൃത്തുക്കളെ, വെള്ളനാടിനാണ് പ്രമോദ് പെരുന്നോണ്ട്. ഇന്നലെ നിലമ്പൂര് പോയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ കാലിന് ചെറിയ പരിക്ക് കാരണം 2 ദിവസമായി. അപ്പോൾ അത് കാരണം മഴയും കൂടി ആയപ്പോൾ അവിടുന്ന് തിരിച്ചു പോരേണ്ടി വന്നു. കാരണം നമ്മുടെ കുറേ സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്, പഴയ SFIക്കാർ. SFIക്കാർ പറഞ്ഞാൽ പഴയ കോൺഗ്രസ്സുകാരാണ്. പിന്നെ SFIയിൽ വന്നിട്ട് അവരൊക്കെ CPMൻ്റെ അണികളായിട്ട് മാറിയ കുടുംബങ്ങളാണ്. SFIക്കാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരു വട്ടം കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ BJPക്കാരൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ SFI ആയാൽ പിന്നെ ആ കുടുംബമടക്കം അവർ ഇടതുപക്ഷത്തിലേക്ക് കൊണ്ടുവരും. അതാണ് SFIയുടെ ഒരു പവർ. അപ്പോൾ അങ്ങനെ ചുങ്കത്തറ ഭാഗത്തൊക്കെ കുറേ കുടുംബങ്ങൾ പാർട്ടിയായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയതെങ്കിലും മഴയും പിന്നെ കാലിൻ്റെ പ്രശ്നമൊക്കെ ആയപ്പോൾ തിരിച്ചു പോരല്ലാതെ നിവൃത്തിയില്ല. അങ്ങനെ തിരിച്ചു പോരേണ്ടി വന്നു. എന്നായാലും ഇന്നലെ പിണറായി വന്നു അവിടെ ചുങ്കത്തറയിൽ. ഗംഭീര ജനക്കൂട്ടം. ആ മഴയെ വകവയ്ക്കാതെയാണ് അത്രയും ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയത്. അത് മാത്രമൊന്നുമല്ല, സ്വരാജ് എന്ന് പറഞ്ഞത് ഒരു ചെറുപ്പക്കാരൻ, നന്നായി പഠിച്ച് സംസാരിക്കണ ഒരാൾ, കുറിപ്പുകളില്ലാതെയാണ് അദ്ദേഹം സംസാരിക്കണത്. ഞാനത് പറയണത് എന്ന് വെച്ചാൽ, നമ്മളൊക്കെ SFIയിൽ ഉള്ള സമയത്ത് സ്വരാജ് കത്തി കയറി വരികയാണ്. അപ്പോൾ ഒരു ചെറിയ അസൂയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്ര ചെറുപ്പത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും യൂണിവേഴ്സിറ്റി ചെയർമാനൊക്കെ ആയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, കാരണം നമുക്കൊന്നും ആവാൻ പറ്റാത്ത അതിൻ്റെ ഒരു കുശുമ്പൊക്കെ ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ ചുങ്കത്തറ കോളേജിൽ SFIയുടെ നേതാവായിരുന്നു, കൗൺസിലറായിരുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി മാറി. അപ്പോൾ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ, ഒരു കോളേജിൽ കൗൺസിലർ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഏകദേശം 1000-ഓളം കുട്ടികൾ വേണം. ഒരു കൗൺസിലർ, 2 കൗൺസിലറാണെന്ന് വെച്ചാൽ 1000-ൻ്റെ മുകളിൽ വേണം. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 91 മുതലേറ്റ് ആയിരിക്കാം, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, സ്വരാജ് ചുങ്കത്തറ കോളേജിൽ പഠിച്ചത്. ആ കാലഘട്ടം മുതൽ അവിടുത്തെ SFIക്കാരായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ അത്രയും SFIക്കാരെ DYFIക്കാരെ സ്വരാജിനറിയും. അതിന് വെച്ച് പാർട്ടിക്കാരെ അറിയും, അവരെ കുടുംബങ്ങളെ അറിയാം. പിന്നെ ഒന്നാമത് ചെറുപ്പത്തിൻ്റെ ഒരു തിളക്കമുണ്ട്, പിന്നെ നന്നായിട്ട് സംസാരിക്കാനുള്ളൊരു കഴിവ്, ഇതൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 84 മുതൽ നിലമ്പൂരിനെ അറിയണ ഒരാളാണ്. ശ്രീരാമകൃഷ്ണൻ്റെയൊക്കെ തിരഞ്ഞെടുപ്പൊക്കെ ആയിട്ടും നിലമ്പൂർ പോയിട്ടുണ്ട്, പ്രചരണത്തിന് പോയിട്ടുണ്ട്. അപ്പോഴും അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് അറിയാം. വികസനത്തിൻ്റെ എല്ലാ വികസനവും വരാൻ കഴിയാത്തൊരു ഇടാണ് നിലമ്പൂർ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. കാരണം വനമേഖലയാണ്, അവിടെ വികസിക്കാനൊരു പരിധിയുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ പ്രളയമോ കാര്യങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം അവിടുത്തെ മുനിസിപ്പാലിറ്റി നല്ല രീതിയിൽ മാട്ടുമ്മൽ സലീമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നല്ല നിലയിൽ അവിടുത്തെ തോടുകളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി, പുഴകളൊക്കെ വൃത്തിയാക്കി. ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു പ്രവർത്തനം അവിടെ നിലമ്പൂരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിലമ്പൂർ ടൗൺ അടക്കം മുങ്ങിപ്പോയൊരു സ്ഥലമാണ് പ്രളയത്തിൽ. അതിനെ വീണ്ടെടുത്തൊരു ചരിത്രം നിലമ്പൂരിനുണ്ട്. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ്. അല്ലാതെ PV അൻവർ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഇടതുപക്ഷത്തിൻ്റെ ചരിത്രമാണ്. KR ഗൗരിയമ്മ, MV രാഘവനൊക്കെ പാർട്ടിയിൽ നിന്ന് പോയിട്ടും അതിൻ്റെ പിന്നാലെ ഇപ്പം ഞങ്ങളൊക്കെ SFIയിലില്ല. ഇപ്പോൾ AJ ജോൺ ശക്തനായ നേതാവായിരുന്നു SFIയുടെ. പക്ഷെ എവിടെ എത്തി? ആളുകളില്ല, അണികളില്ലാതെ ഒരു കാലഘട്ടത്തിലേക്ക് അവർ ചവറ്റുകൊട്ടയിലാണ് അവരുടെ സ്ഥാനം പോയത്.
അതാണ് ഈ പാർട്ടിയുടെ ഒരു ഗുണം. അൻവറിനും അതന്നെ സംഭവിച്ചു. അൻവറിനെ ഞാനടക്കം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അയാളുടെ ചില സംസാരം, ഫസ്റ്റിലത്തെ സംസാരം തുടങ്ങിയപ്പോഴുള്ള ടോണ് ഞങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അത് പാർട്ടിക്ക് എതിരാവുകയും പിണറായിക്ക് എതിരാവുകയും ചെയ്തപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനെ ഞങ്ങൾ ശക്തിയായിട്ട് തന്നെ എതിർത്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ പി വി അൻവറൊന്നും പാർട്ടിയുടെ മേലെ പറക്കാനായിട്ടില്ല. അതാവുമ്പോൾ ഞങ്ങൾ പറയും. അക്കാര്യത്തിൽ അതാണ് പറയാനുള്ളത്. പിന്നെ പി വി അൻവർ പിടിക്കണ വോട്ട് അത് കോൺഗ്രസിൻ്റെ വോട്ടാണ്. ആ കോൺഗ്രസിന് അതുകൊണ്ട് തന്നെയാണ് പേടിയും. അതുകൊണ്ടാണ് അവർ രാത്രി മുണ്ടിട്ടിട്ട് രാഹുൽ മാങ്കൂട്ടം ചെന്നിട്ട് അൻവറിൻ്റെ കാല് പിടിക്കലും കാല് നക്കലൊക്കെ ഉണ്ടായത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. വോട്ട് പിടിക്കണത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വോട്ടാണ് പി വി അൻവർ പിടിക്കുക. പിന്നെ അവിടെ ഒരു കുറേ വർഷങ്ങളായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് നിരന്തരം കുറഞ്ഞു വരിക. ബി ജെ പി എൻ്റെ കുടുംബക്കാരൻ പ്രഭാരേട്ട അവിടെ മത്സരിക്കുമ്പോൾ പിടിച്ച വോട്ടിനെക്കാട്ടിലും ഇപ്പോൾ കൂടി വരികയാണ് ബി ജെ പി. 2006 പ്രഭാരേട്ടൻ മത്സരിക്കുന്നത്. അന്ന് ബി ജെ പിയുടെ വോട്ട് 3120. ഇപ്പോൾ ബി ജെ പിയുടെ വോട്ട് 8595. അപ്പോൾ നല്ലൊരു 5000 വോട്ടിൻ്റെ വളർച്ച നിലമ്പൂരിൽ ബി ജെ പിക്ക് ഉണ്ട്. അത് ഇപ്പം പുതിയൊരാളെ കോൺഗ്രസിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആണ് തെരഞ്ഞെടുപ്പിന് നിർത്തുന്നത്. എത്രത്തോളം ഫലപ്രദമാവും എന്നറിയില്ല. പിന്നെ എസ് ഡി പി ഐക്കും ഒരു 3000-ഓളം വോട്ടുണ്ട്. ഇതൊക്കെ പോകുന്നത് കോൺഗ്രസിൻ്റെ വോട്ടെന്നാണ്, അല്ലാതെ സി പി എം വോട്ടുകളല്ല. സി പി എമ്മിൻ്റെ തന്നെ കേഡർ വോട്ടുകളാണ്. അതിൽ വ്യതിചലനം ചെറിയ തോതിൽ 1% അല്ലെങ്കിൽ മാക്സിമം 2%ഒക്കെയാണ് അതിലൊരു വ്യതിചലനം വരും. അല്ലാതെ അത് സ്വരാജിനെ കൊണ്ടുവന്നതോട് കൂടിയിട്ട് അവിടെ സി പി എമ്മിന് നല്ലൊരു മുൻതൂക്കം വന്നു. അത് മാത്രമല്ല, മുമ്പുണ്ടായിരുന്ന വിഭാഗീയത കംപ്ലീറ്റ് നിന്നിട്ടുണ്ട്. പിണറായിയുടെ ഗവൺമെൻറ്റും കോടിയേരി സെക്രട്ടറി ആവലും അതിനുശേഷം ഗോവിന്ദമാഷ് സെക്രട്ടറി ആവലോടുകൂടി നിലമ്പൂരിലെ വിഭാഗീയത കംപ്ലീറ്റ് നിന്നു. അതും സ്വരാജിന് അനുകൂല ഘടകമാണ്. അത് കൂടാതെ ഇപ്പം ഈ അനന്തുവിൻ്റെ മരണം, അത് എത്ര പെട്ടെന്നാണ് ഗവൺമെൻറ് സ്പോൺസേർഡ് പരിപാടി പറഞ്ഞിട്ട് ഒക്കെ ഉണ്ടാക്കിയത്. ഇതൊക്കെ ജനങ്ങൾ കാണില്ലേ. പഴയ പോലെയല്ല, കയ്യിൽ മൊബൈലാണ്, അതിൽ നോക്കി അറിയില്ലേ എന്താണ് സത്യം എന്ന്. പഴയ പോലെ മനോരമ അടക്കാപ്പുത്തൂർ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ഭാഗത്ത് സി പി എമ്മിൻ്റെയും ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെയും എഴുതി വെച്ചിരുന്നു. അത് കൂട്ടി ചേർത്തിയിട്ട് പടച്ചുവിട്ട നുണക്കഥയൊന്നും ഇപ്പോൾ പ്രചരിപ്പിച്ചാൽ നടക്കില്ല. ആ കാലം കഴിഞ്ഞു. ഇപ്പം മൊബൈലിലെ എല്ലാ സത്യങ്ങളും വരികയാണ്. അപ്പോൾ അനന്തുവിൻ്റെ മരണം കോൺഗ്രസ്സുകാരനാണ് കൊന്നത് എന്നുള്ളതോട് കൂടിയിട്ട് അത് പൊളിഞ്ഞു. പിന്നെ രാധ എന്ന സ്ത്രീനെ കോൺഗ്രസ് ഓഫീസിലത്തെ സ്റ്റാഫായിരുന്നു. ആ സ്റ്റാഫിനെ കൊന്ന് ചാക്ക് കെട്ടിയിട്ട് കുളത്ത് കൊണ്ടുപോയിട്ടത് കോൺഗ്രസ്സുകാരനല്ലേ. അതിൽ അവർ ജയിലിൽ പോയ ആളുകൾ ശരിക്കുള്ള പ്രതികളാണോ എന്ന് പോലും സംശയമുണ്ട്. അതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ അതിനൊന്നും തർക്കമില്ലാത്ത ഭൂമിയാണല്ലോ കേരളത്തിൽ ചില ആളുകൾ ഭരിക്കുമ്പോൾ. അതല്ലേ രാജൻ കൊലക്കേസൊക്കെ. രാജൻ എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരിപ്പില്ല എന്ന് അടക്കം ഉണ്ടാക്കിയ നാടാണ്. അതുപോലെ നമ്പിനാരായണൻ്റെ കേസ്, ഇതൊക്കെ നാട്ടിലുണ്ടായതാണല്ലോ. അപ്പോൾ രാധയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിക്കുള്ള പ്രതികൾ ആരാണ് എന്ന് കാലം തെളിയിക്കേണ്ടതാണ്. പിന്നെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് കെ സി വേണുഗോപാൽ എന്തായിരുന്നു, പെൻഷൻ കൈക്കൂലിയാണ്. ഈ പെൻഷൻ വാങ്ങണ ആളുകളുണ്ടല്ലോ, ഈ 1600 രൂപ കിട്ടണോണ്ട് ഇപ്പോഴത്തെ കാലഘട്ടം അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ഷുഗർ പ്രഷർ ഇല്ലാത്ത ആളുകളില്ല. ആ ഷുഗറിനും പ്രഷറിനും മരുന്ന് വാങ്ങണമെങ്കിൽ ഒരു മാസം 3000 രൂപയോളം എന്തായാലും മിനിമം വരും.
അല്ലെങ്കിൽ 2000-ൻ്റെ 3000-ൻ്റെ ഇടയിൽ വേണം. അതിലേക്കാണ് ഈ ആളുകൾ 1600 ഉറുപ്പ്യ വെച്ചിട്ട് ആ മരുന്നെങ്കിലും വാങ്ങണത് അല്ലേ? ഞാൻ കാണുന്നിടത്ത് അങ്ങനെയാണ്. ഞാൻ കണ്ട ആളുകളും അങ്ങനെയാണ്. അല്ലാതെ ഇവർ കൊണ്ടുപോയിട്ട് അതുകൊണ്ട് കള്ളുടിക്കാനല്ല പോണ്. ഇവർ സ്വന്തം മരുന്ന് വാങ്ങാനും അതേപോലെ ഒരു നേരത്തെ മുറുക്കാൻ വാങ്ങാനുമാണ് ഈ പൈസ കൊണ്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ ആർഭാടായിട്ട് ഷവായും ചിക്കൻ ബിരിയാണിയും കഴിക്കാനല്ല. അങ്ങനത്തെ ആളുകളെയാണ് കൈക്കൂലിയാണെന്ന് പറഞ്ഞിട്ട് അപഹസിച്ചത്. അതേപോലെ ഇന്നലെ ഉണ്ടായതെന്താ? ഇലക്ഷൻ്റെ സമയത്ത് ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രി വന്നാൽ, മോഡി വന്നാൽ, മോഡീനെ പരിശോധിക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനുണ്ട് ഇല്ലേ? അതിൻ്റെ ഭാഗമായിട്ട് റഹ്മാൻ മന്ത്രിനെ, സ്പോർട്സ് വകുപ്പ് മന്ത്രിനെ പരിശോധന ഇന്നലെ നടത്തി. അതേ തന്നെയാണ് ഈ രാഹുൽ മാങ്കാണ്ടിനെയും അതേപോലെ ഷാഫിനെയും ചെയ്തത്. അപ്പോൾ അതിനെന്താ ഇവർ വെല്ലുവിളിക്കണു, അതിൻ്റെ ജോലി കളയുന്നതായി. എന്താണ് ഇത്? വെള്ളരിക്കപ്പെട്ടണോ? നല്ലൊരു SI ഞെളിഞ്ഞവിടെ നിന്നാൽ അതിൻ്റെ മുന്നിൽ താഴെ ഇതേ ഉള്ളൂ ഈ മാങ്ങാണ്ടിക്കൊക്കെ. അത് നമ്മൾ കണ്ടതാണല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് രാഷ്ട്രീയമല്ലേ? സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിലടക്കം ID കാർഡ് ഉണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് ചേരാത്തത്? അപ്പോൾ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ, കൂടുതൽ നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ, ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് ജയിക്കുന്നില്ലേന് യാതൊരു തർക്കവുമില്ല. ഇതിനെക്കാട്ടിലും വലിയ വമ്പനായിരുന്നു ബാബു. തൃപ്പൂണിത്തറ മണ്ഡലം അടക്കി ഭരിച്ചിരുന്ന ബാബുവിനെ, മദ്യ വ്യവസായിയായിരുന്ന ബാബുവിനെ, കോടിക്കണക്കിന് സ്വത്തില്ല ബാബുവിനെ അടിത്തറ ഇളക്കിയ സഖാവാണ് എം സ്വരാജ്. ആ എം സ്വരാജ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കും ചെയ്യും. നിലമ്പൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ ഉണ്ടാവും ചെയ്യും. അതിനൊന്നും ഒരു തർക്കമില്ല. വികസനം മുന്നിൽ കാണുന്ന ഒരു നല്ലൊരു മരമാണ് സ്വരാജ്. ആ മരം പടർന്ന് പന്തലിക്കുക തന്നെ ചെയ്യും. എല്ലാവിധ ആശംസകളോടും കൂടി വള്ളുവനാടനാണ് പ്രമോദ് പെരിന്തൽമണ്ണ. എല്ലാ ആളുകളും, പ്രത്യേകിച്ച് സഹാക്കളെ, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ലാസ്സലാം.